നിങ്ങളോട് ആരും കരുണ കാണിച്ചില്ലെങ്കിലും, ആർക്കും മനസ്സലിവ് തോന്നിയില്ലെങ്കിലും, നിങ്ങളുടെ സാഹചര്യം കണ്ട് ഒന്ന് ചെറിയ രീതിയിലെങ്കിലും കൈത്താങ്ങുവാൻ ആർക്കും മനസ്സ് വന്നില്ലെങ്കിലും, നിങ്ങളുടെ ന്യായം മനസ്സിലാക്കിയിട്ടും നിങ്ങളോട് നീതിപൂർവം ഇടപെട്ടില്ലെങ്കിലും, പല അധികാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ നീതിയെ ചവിട്ടിത്താഴ്ത്തി അക്രമം കാണിക്കാൻ അനേകർ മുമ്പോട്ട് വന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സാധിപ്പിച്ചെങ്കിലേ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ആമേൻ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ ദൈവം നൽകുന്ന ആലോചന, ദൈവത്താൽ മാത്രമേ നമുക്ക് നന്മ വരികയുള്ളൂ. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ആരെങ്കിലുമൊക്കെ കൈത്താങ്ങിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിരാശപ്പെടരുത്. എല്ലാവരും കൂടെ നിന്നാലും, എല്ലാവരും കൈത്താങ്ങിയാലും, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചാലും ദൈവം കരുണ തോന്നിയില്ലെങ്കിൽ ഒരു നന്മയും പ്രാപിക്കാൻ പറ്റുകയില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലും. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, നടക്കില്ല. അതിന് ഞാൻ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, നടക്കില്ല. ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്, നടക്കില്ല. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധ്യമാകുന്നത്. ദൈവത്തിന്റെ കയ്യിലാ പ്രിയമുള്ളവരെ നമ്മുടെ മുഴുവൻ ഭാവിയും അനുഗ്രഹങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രസാദിപ്പിക്കണമെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി. ഭയപ്പെടണമെങ്കിലും മനുഷ്യനെ ഭയപ്പെടേണ്ട, ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവർ ലജ്ജിച്ചു പോകും, മനുഷ്യനെ ഭയപ്പെടുന്നവരും ലജ്ജിച്ചു പോകും. ദൈവത്തെ പ്രസാദിപ്പിച്ചോ, സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ആരും കൈ കാണിച്ചില്ലെങ്കിലും, ആരും കൈ നീട്ടിയില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ പിടിച്ചുയർത്തുവാൻ ദൈവം തന്നെ അവൻ്റെ വഴികളെ തുറന്നിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന് തൊട്ടുപുറകിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 15-ാമത്തെ വാക്യത്തിൽ, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് മനസ്സലിയണമെന്ന് എനിക്ക് തോന്നുന്നവനോട് എനിക്ക് മനസ്സലിയുമെന്ന് ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യമാണ്. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് താല്പര്യമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തിനാണ് തോന്നുന്നത് നമ്മളോട് കരുണ കാണിക്കുവാൻ. ദൈവം കരുണ കാണിച്ചാലേ മനുഷ്യർ നമ്മളോട് കരുണ കാണിക്കുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും ഒക്കെ നമ്മളോട് കരുണ തോന്നണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കണ്ടിട്ടല്ല, ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കണം. അപ്പം നമ്മുടെ മുഴുവൻ വിടുതലും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, അതുകൊണ്ടാണ് ആ വചനം ഉറപ്പായതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറഞ്ഞത്, കുഞ്ഞെ ഇനിയേലും ആ ഓട്ടം നിർത്ത്, ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. കുഞ്ഞുങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. മാതാപിതാക്കൾ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ കർത്താവ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ പോകേണ്ട വഴികൾ, നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, നിങ്ങൾ ചെന്നെത്തേണ്ട ഇടങ്ങൾ, ഇതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളെ പോറ്റുവാൻ ദൈവം ചില കരുതൽ നേരത്തെ കരുതിയിട്ടുണ്ട്. ഹാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സാറ നിർബന്ധിച്ച് വഴക്കുണ്ടാക്കിയപ്പോൾ അബ്രഹാം നിർബന്ധിതനായി ഹാഗാറിൻ്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും കൊടുത്തിട്ട് ഹാഗാറിനെയും മകനായ ഇസ്മായിലിനെയും മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. എന്നേക്കുമായി വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പോകുന്ന വഴിയിൽ വെള്ളം തീർന്നു, ആഹാരമില്ലാതെ ആ കുട്ടി നിലവിളിച്ച് മരിക്കാനായി തുടങ്ങുമ്പോൾ ദൈവം ബാലന്റെ നിലവിളി കേട്ടിട്ട് അവിടെ കാണുന്നു, ഹാഗാറെ നീ നിലവിളിക്കുന്ന എന്ത്? ഇവനും വലിയൊരു ജാതിയായി തീരുമെന്നാ പറഞ്ഞത്. വാഗ്ദത്തം കൊടുക്കുകയാണ്. നീ ഇപ്പം ചിന്തിക്കുന്നത് വെള്ളത്തെക്കുറിച്ചാണെങ്കിൽ
നിനക്ക് വേണ്ടി ഒരു നീരുറവ അടുത്ത് തന്നെ തുറന്നിരിക്കുന്നു. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നീരുറവ കണ്ടു. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ ഇറക്കി വിടുമ്പോൾ ഒന്നുമില്ലെന്ന് ചിന്തിക്കേണ്ട. ഇറങ്ങുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ദൈവം നമുക്ക് വേണ്ട കരുതൽ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. സാരഫാത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞാൽ ഏലിയാവിന് ജീവിക്കാനുള്ള വഴി അവിടെ വെച്ചിട്ടുണ്ട്. കെരീത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ കരുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ മുഴുവൻ രാജാക്കന്മാരുടെയും ഭണ്ഡാരങ്ങളൊക്കെ അടഞ്ഞു പോകുന്ന സമയം വരും. ലോകത്തിലെ മുഴുവൻ സഹായഹസ്തങ്ങളും പിൻവലിക്കുന്ന സമയം വരും. ദൈവത്തിൻ്റെ സഹായം ഒരിക്കലും നിന്നു പോകില്ല. എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ നമ്മളോട് കരുണ തോന്നിയില്ല, മനുഷ്യൻ സഹായിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ സഹായം ഇരിക്കുന്നത്. നെഹമ്യാവ് സൻബല്ലത്തിനോടും തോബിയാവിനോടൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-20 വാക്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങളെ എഴുന്നേറ്റ് പണിയും. ദൈവം കാര്യം സാധിപ്പിക്കും എന്ന് പറ. ദൈവം സാധിപ്പിക്കും. അത് പറയുന്നത് വരെയും കുറെ തടസ്സങ്ങളിലൂടെ നാം കടന്നു പോകും. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കുലുങ്ങില്ല. ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുന്നു പറ. യഹോവ എൻ്റെ നീതിയും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ദൈവം നടത്തും കേട്ടോ. ദൈവത്തിന് കരുണ തോന്നും. ദൈവം കരുണ തോന്നിയാൽ സാധ്യമാകും. അവൻ കരുണ കാണിക്കും. കരുണ തോന്നുന്ന ദൈവത്താലത്തിന് സകലതും സാധിക്കുന്നു. അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങൾ കാരുണ്യം തോന്നുന്ന, കരുണ തോന്നുന്ന ദൈവത്താൽ സാധിക്കും. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നു. അവൻ്റെ സകല സൃഷ്ടികളോടും അവന് ദയവ് തോന്നുന്നു. നമ്മളോട് കരുണയുണ്ട്. ഏതൊക്കെ തരത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയാലും കരുണ തോന്നുന്ന ദൈവം കൈപിടിച്ച് കയറ്റും. അവൻ്റെ മുഖത്തേക്ക് നോക്ക്, ഒരിക്കലും കൈവിടില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വളരെ വേദനയോട്, വളരെ ഭാരത്തോടു കൂടി, ആരും ഒന്നും സഹായിക്കാനില്ലാതെ എല്ലാവരും കൈവിട്ട അവസ്ഥയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾ സ്വീകരിക്കുക കർത്താവേ. ആരും കൈത്താങ്ങിയില്ലെങ്കിലും, ആരും കൈ നീട്ടിയില്ലെങ്കിലും, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലതും സാധിക്കുന്നു. നിന്റെ മക്കൾക്ക് സകലതും സാധിപ്പിക്കുന്ന ഒരുവൻ കൈ നീട്ടുന്നതിനായി, കരുണ കാണിക്കുന്നതിനായി നന്ദി കർത്താവേ. തക്ക സമയത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണം. ഈ മക്കളുടെ വിഷയങ്ങളുടെ കർത്താവെ എത്ര ആഴത്തിൽ കിടക്കുന്ന വിഷയമാണെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ ഇന്ന് ഒരു അത്ഭുതം ഉണ്ടാകട്ടെ കർത്താവെ. ദൈവ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ, ഈ മകളെ, ഈ മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവ് സകലതും സാധ്യമാക്കും. കരുണയുള്ളവനാ, നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ആമേൻ. സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ മേഴ്സിഫുൾ ഡേ.